ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ വെക്കേഷനൊക്കെ തീർന്ന് ഞാൻ തിരിച്ചു പോവുകയാണ് ഗൈസ്. അതിൻ്റെ വീഡിയോ ആണിത്. നമുക്കൊരു പാക്കിംഗ് വീഡിയോ ചെയ്യാം. ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോകണം. എല്ലാവർക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. തിരിച്ചു പോകണതിൻ്റെ വിഷമം. ഞാനാണെങ്കിൽ മെൻ്റലി ഇതുവരെ പ്രിപ്പയർ ആയിട്ടില്ല തിരിച്ചു പോകാനായിട്ട്. എന്നാലും നമുക്ക് പാക്ക് ചെയ്തല്ലേ പറ്റും. സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ വീഡിയോ ഒറ്റ ദിവസത്തെ വീഡിയോ ആയിരിക്കത്തില്ല. ഒരു 3 to 4 days കാരണം ഇനി പോകാനായിട്ട് 3-4 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പം ആ ഡേയ്സിലെ പാക്കിംഗ് ക്ലിപ്പെല്ലാം കൂടി ഞാൻ എടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. ഞാൻ എന്താ തുണിയൊക്കെ കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം മണ്ടേ കൊണ്ടുപോയി ഒന്ന് സോർട്ട് ചെയ്ത് മടക്കി വെക്കണം. കൊണ്ടുപോകാനുള്ളതും കൊണ്ടുപോകാത്തതും ഒക്കെ അങ്ങ് സോർട്ട് ചെയ്ത് മാറ്റണം. നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞെത്തി. അങ്ങനെ പിന്നെ വന്നപ്പോഴത്തേക്കും നമുക്കിതാ ഒരു പാക്കേജ് ഇവിടെ ഇരിപ്പുണ്ട്. കുറേ സാധനങ്ങളുണ്ട്. അത്യാവശ്യം ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ എല്ലാ സാധനങ്ങളും അങ്ങ് റീസ്റ്റോക്ക് ചെയ്തു. തീർന്നതും തീരാത്തയും എല്ലാം അങ്ങ് റീസ്റ്റോക്ക് ചെയ്തു. ഇനി തീരുമോ എന്നുള്ള ടെൻഷൻ വേണ്ടല്ലോ. സോ അപ്പോൾ ഇതാ നമുക്കിതെല്ലാം കൊണ്ടുപോകാനുള്ള സാധനങ്ങളാണ്. ഇതെല്ലാം കൂടി ഞാൻ എങ്ങനെ കൊണ്ടുപോകുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എനിവേയ്സ് നമ്മളിതാ ഇന്നത്തെ ഷോപ്പിംഗ് കഴിഞ്ഞു. ഈ ഡേ ഗൈസ് നമുക്കിതാ കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് പോവാം. ഇന്ന് Day 2 ആണ്. ഞാൻ റെഡിയായി. കുറച്ച് മഴക്കോളൊക്കെ വരുന്നുണ്ട്. ബട്ട് നമുക്ക് എന്തായാലും പോയിട്ട് വരാം. നീ വരുന്നുണ്ട്. ഡോറ് തുറന്ന് താടാ ജെന്റിൽമാനെ. ടാറ്റ പറയാം മാമ. അച്ചാറൊക്കെ ഞാൻ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. അച്ചാർ നമുക്ക് ഇതിനകത്ത് ഇട്ടതിന് ശേഷം നല്ലപോലെ ടേപ്പ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇൻ കേസ് ലീക്ക് ആവുകയാണെങ്കിൽ നമ്മളെ ഡ്രസ്സിലൊക്കെ ആവും. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു കവറിലിട്ടുന്നു. ഞാൻ ഇതെല്ലാം ഇങ്ങനെ ഒട്ടിച്ചു കഴിഞ്ഞു. 1 2 3 ഒരച്ചാറും കൂടെ ഉണ്ട്. ഫുൾ 4 അച്ചാറാണ്. 4 കുട്ടി അച്ചാറാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഇതെല്ലാം ഫസ്റ്റ് വിട്ട് വന്നതാണ് ഗൈസ്. ഫസ്റ്റ് അച്ചാറിനുണ്ട് ഒരു ഫാൻ പേജ് തന്നെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ സേഫ് ആയിട്ട് എനിക്ക് അവിടെ എത്തിക്കണം. അപ്പൊ ഞാൻ ഇതെല്ലാം ഇങ്ങനെ ടേപ്പ് ഒട്ടിച്ച് വെച്ചേ. അപ്പോൾ ഇന്നലെ നമ്മുടെ കുറച്ച് പാക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് കുറച്ച് തുണികൾ ഷേപ്പ് അടിക്കാൻ കൊടുക്കണം. അതിന് പോവാണ്. പിന്നെ ലഞ്ച് ഇന്ന് വസുവിൻ്റെ വീട്ടിൽ നിന്നാണ് കഴിക്കുന്നത്. പണിയാണ്. അപ്പം ഇനി അതും കഴിക്കണം. അതാണ് ഇന്നത്തെ വ്ളോഗ്. സത്യം പറഞ്ഞാൽ ഡ്രൈവർ ഇത്തിരി സ്പീഡായതുകൊണ്ട് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. നമ്മളിതാ വസുവിൻ്റെ വീട്ടിലെത്തി. വസു ഇവിടെ ഇരിക്കുക. വസുവിൻ്റെ വീട്ടിൽ നിന്നാണ് നമ്മളിന്ന് ലഞ്ച് കഴിക്കുന്നത്. വസു ഫോണിലൊക്കെ കുത്തി റിലാക്സ് ആയിട്ട് ഇരിക്കുവാണ്. ചോറ് തിന്നാൻ ഗൈസ്. ഇനി കുറച്ച് കാലത്തേക്ക് ചോറ് തിന്നാൻ പറ്റില്ല. ചോറ് തിന്നാൻ പറ്റും. ഇങ്ങനത്തെ ചോറും ചക്കയും മീൻകറി ഒന്നും തിന്നാൻ പറ്റില്ല. അതാണ് എൻ്റെ സങ്കടം. ഞാൻ പോയി തിന്നിട്ട് വരാം. ചന്ദനത്തിന്റെ മണമാണ് ഈ സോപ്പ്. ആ സോപ്പൊന്നും നീ കുളിക്കാറായിട്ടില്ല. ചന്ദനത്തിന്റെ ക്യൂട്ടി സോപ്പ്. ഇത് ഈ പൂവിന്റെ മണമാണ് ഈ സോപ്പ്. ഞാൻ ലാവെൻഡറിലാണ് കുളിക്കാൻ പോണത്. ഈ പൂവിന്റെ മണം വരും. ഇവൻ കുളിക്കുന്നത് തന്നെ മഹാഭാഗ്യം. നമുക്ക് രാവിലെ തന്നെ സിനിമയ്ക്ക് പോകണം. അപ്പം ഞാൻ അതിനായിട്ട് റെഡിയായി നിൽക്കുവാണ്. ഇതാ ഇവിടെ എൻ്റെ അമ്മ ഇരിപ്പുണ്ട്. മദശ്രീ അമ്മ ഇരിപ്പുണ്ട്. അപ്പം സമയമായി. നമുക്ക് എന്തായാലും നേരെ ഫിലിമിന് പോവാം ഗൈസ്.
അപ്പൊ ഗൈസ് ഇന്നാണ് ആ ഡേ, അതായത് ഇന്നാണ് ഞാൻ പോണത്. എനിക്കാണെങ്കിൽ ഞാൻ റെഡിയായി നിൽക്കുവാണ് വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട്. ഞാൻ പാക്കൊക്കെ ചെയ്തു, ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു, ഞാൻ ഇറങ്ങാൻ പോവാണ്. എനിക്കാണെങ്കിൽ ആകെ ഒരു കൈൻഡ് ഓഫ് മിക്സ്ഡ് ഇമോഷൻ. എപ്പോഴൊക്കെ വീട്ടിൽ നിന്ന് വെക്കേഷൻ കഴിഞ്ഞു പോയാലും എനിക്കറിയത്തില്ല, ഒരു ഹെവിനെസ് ആണ്. എനിക്കത് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു വീഡിയോയിൽ എൻ്റെ ഷോപ്പിംഗ്, പാക്കിങ് ഇതൊക്കെയായിരുന്നു. സാധാരണ ഞാൻ ഓവർ പാക്കിങ്ങിൻ്റെ ആളാണ്. ഇപ്രാവശ്യം ഞാൻ വളരെ സിമ്പിളായിട്ടാണ് പാക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ വീഡിയോ ഉള്ളൂ. ഞാൻ പിന്നെ കുറച്ച് ഔട്ടിങ് വ്ളോഗ്സ് കൂടി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഗൈസ്, ഞാൻ എന്തായാലും പോയിട്ട് വരാം. നമുക്ക് ഇനി ആന്ധ്രയിൽ പോയിട്ട് കാണാം. അപ്പം കേരളത്തിനോട് ബൈ ബൈ. അപ്പം ഞാൻ പോവാം. ബൈ ഗൈസ്, ബൈ ബൈ ബൈ. ഗുഡ് മോർണിംഗ്. ഇല്ല, നോക്കൂ, നോക്കത്തില്ലേ?